അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പാർട്ട് 1ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 1 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ 4 ആഴ്ചകൾ അല്ലെങ്കിൽ വീക്ക് 1 to 4 നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മീൻസ് ദ ഫൗണ്ടേഷൻസ് അല്ലെ. നമുക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഒരു ഫൗണ്ടേഷൻ കിട്ടും അല്ലെ. അതുപോലെ തന്നെയാണ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റ് ബേസിക്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മൊഡ്യൂൾസ് എവിടെ നിന്നാണ്, നമ്മൾ സെറോദര വേഴ്സിറ്റി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ മൊഡ്യൂൾസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റോക്ക് മാർക്കറ്റ്സ്, സെക്കൻഡ് ടെക്നിക്കൽ അനാലിസിസ്, തേർഡ് വൺ ഫണ്ടമെന്റൽ അനാലിസിസ്, ഫോർത്ത് വൺ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ബേസിക്സ് അല്ലെ. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് 4 വീക്കിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് പഠിക്കുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. 50% നമുക്ക് തരാൻ പറ്റും, ബാക്കി 50% നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ബിഗിനേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ബേസിക്സ് മുതൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് അസ്യൂം എ നെയ്ബർ അല്ലെ. നമ്മളുടെ അടുത്തൊരു നെയ്ബർ ഉണ്ട്, ആളുടെ പേര് അന്ന അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അല്ലെ. അന്ന എന്ന് പറയുന്ന ഒരു നെയ്ബർ ഉണ്ട്. ആള് എന്താണ്, ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വിൽക്കലാണ് ആളുടെ ജോലി അല്ലെ. അപ്പൊ അന്ന എന്ന് പറയുന്ന ഒരു നെയ്ബർ ഉണ്ട്, ആൾക്ക് എന്താണ് ആപ്പിൾ ജ്യൂസ് സെല് ചെയ്യണം. അപ്പൊ ആൾ എന്താണ് നോർമൽ മിക്സി ഉപയോഗിച്ചിട്ടാണ് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അന്ന നിങ്ങളോട് വന്ന് പറയുവാണ്, എനിക്ക് എൻ്റെ ഈ ഒരു ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, അപ്പോൾ അതിനായിട്ട് എനിക്ക് വലിയൊരു ജ്യൂസറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, അപ്പോൾ അതിനായിട്ട് ഒരു 1000 രൂപ എനിക്ക് തരണം, ഞാനത് ഒരു മാസം കഴിഞ്ഞ് എന്താണ് 1200 ആക്കി നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് എന്താണ് അന്ന നമ്മളോട് പറയുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1200 നമ്മൾക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ഓർത്തുന്നത് എന്താണ്, നമ്മളെ പൈസ അന്നയ്ക്ക് 1000 രൂപ കൊടുക്കുകയാണ്. അതെന്ത് ചെയ്തു, അന്ന എന്ത് ചെയ്തു, 2 മാസം കഴിഞ്ഞപ്പോൾ 1200 ആക്കിയിട്ട് നമുക്ക് തിരിച്ചു തന്നു. അപ്പൊ നമുക്ക് എന്താണ് 200 രൂപ അവിടെ എന്ത് ചെയ്തു, ലാഭം കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ അന്നയിൽ വിശ്വസിച്ച് എന്താണ് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. നമ്മുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്മിറ്റിംഗ് മണി ഓർ ക്യാപിറ്റൽ ടു ആൻ അസറ്റ്, വെഞ്ചർ ഓർ എ പ്രൊജക്ട് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് ജനറേറ്റിംഗ് എ ഫൈനാൻഷ്യൽ റിട്ടേൺ ഓർ പ്രോഫിറ്റ് ഓവർ ടൈം അല്ലെ. അപ്പൊ അതെന്താണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, നമ്മളുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ അല്ലെ, ഭാവിയിൽ വരുമാനമോ അല്ലെങ്കിൽ ലാഭമോ പ്രതീക്ഷിച്ച് ഇന്ന് നമ്മുടെ പക്കലുള്ള പണം അല്ലെങ്കിൽ വിഭവങ്ങൾ ഒരു അസറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലേക്ക് എന്താണ് മാറ്റിവെക്കുക. അപ്പൊ ഇതിനെയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുക അല്ലെ. അപ്പോ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണത്തെ പ്രവർത്തിപ്പിക്കുകയാണ് അല്ലെ. നമ്മുടെ കയ്യിൽ ഒരു മണിയുണ്ട്, അതിനെന്താണ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ പണം മറ്റുള്ളവർക്ക് വളരാൻ സഹായിക്കുകയും ആ വളർച്ചയുടെ ഒരു ഭാഗം നമ്മൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. വുഡ് ഹാപ്പൻ ഇഫ് വൺ ചൂസസ് നോട്ട് ടു ഇൻവെസ്റ്റ്. മീൻസ് ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്തുന്നില്ല, അവൻ ഏൺ ചെയ്യുന്ന എമൗണ്ട് അവൻ നോർമൽ ബാങ്ക് അക്കൗണ്ടിൽ സേവ് ചെയ്യുന്നതാണ് എന്ന് കരുതുക. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഒരു ഫ്രണ്ടിനെ അസ്യൂം ചെയ്യുവാണ്. ഞാൻ അവന് അനന്തു എന്നാണ് പേര് കൊടുക്കുന്നത്, അനന്തു. ഓക്കെ, അപ്പോൾ അനന്തുവിന് 50,000 രൂപ സാലറി ഉള്ളൊരു ജോലിയുണ്ട്. 50,000 രൂപ. ഓക്കെ, അപ്പൊ അനന്തുവിന് 50,000 രൂപ സാലറി ഉള്ളൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ അനന്തുവിന്റെ എംപ്ലോയർ അനന്തുവിന് 50,000 രൂപയാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. അതില് 30,000 രൂപ അനന്തുവിന്റെ എക്സ്പെൻസുകൾക്ക്, എക്സ്പെൻസ് മീൻസ് അനന്തുവിന് ഫുഡ് എക്സ്പെൻസ് ഉണ്ടാവും, ഷോപ്പിംഗ്, ട്രാവൽ, മെഡിക്കൽ, ഓക്കെ ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനത്തെ എക്സ്പെൻസുകൾക്ക് വേണ്ടി അനന്തു 30,000 രൂപ ചെലവഴിക്കുന്നു. അപ്പോൾ 50,000-ൽ നിന്ന് 30,000 പോയി കഴിഞ്ഞാൽ മിച്ചം 20,000 രൂപയാണ് അനന്തുവിന് മന്ത്ലി സർപ്ലസ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. മിച്ചം എമൗണ്ട് 20,000 രൂപയാണ്. അപ്പോൾ ആ 20,000 രൂപ അനന്തുവിന് ഇപ്പോ 30 വയസ്സായിട്ടുണ്ട്. അനന്തു 50-ാം വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതില് അനന്തുവിന് ഇനി 20 വർഷം കൂടി പണിയെടുക്കാം അല്ലെ. ഇപ്പൊ 30 വയസ്സായിട്ടുണ്ട് അനന്തുവിന്, 50-ാം വയസ്സിൽ അനന്തു റിട്ടയർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അനന്തുവിന് 20 വർഷം പണിയെടുക്കാവേ. അതോടൊപ്പം 50,000 രൂപ സാലറി ഫസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ അനന്തുവിന്റെ സാലറി 10% കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 50,000-ന്റെ 10% 55,000 ആണ്. അപ്പൊ ഫസ്റ്റ് ഇയർ അനന്തുവിന്റെ സാലറി 50,000 ആണെങ്കിൽ സെക്കൻഡ് ഇയർ അനന്തുവിന്റെ സാലറി 55,000 ആണ്. അപ്പൊ അങ്ങനെയാണ്. അതുപോലെ തന്നെ അനന്തുവിന്റെ എക്സ്പെൻസുകൾ 8% കൂടുന്നുണ്ട് അല്ലെങ്കിൽ 8% വർദ്ധിക്കുന്നുണ്ട്. എക്സ്പെൻസ് മീൻസ് ഈ 30,000 വരുന്ന എക്സ്പെൻസുകൾ അല്ലെ. ഫസ്റ്റ് ഇയർ
30,000 ആണ്. സെക്കൻഡ് ഇയർ 30,000ന്റെ 8% ഇൻക്രീസ് ചെയ്യും. തേർഡ് ഇയർ ആകുമ്പോൾ അതിന്റെയും 8% വീതം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനന്തുവിന് ഇപ്പൊ 30 വയസ്സായിട്ടുണ്ട്. അനന്തു 50-ാം വയസ്സിൽ റിട്ടയർ ചെയ്യണം എങ്കിൽ അനന്തുവിന് 20 വർഷം അനന്തു ഇനി വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ 20 വർഷം അനന്തു വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ 20,000 രൂപ വെച്ച് അനന്തു സേവ് ചെയ്ത് കഴിഞ്ഞാൽ അനന്തുവിന്റെ കയ്യിൽ 20 വർഷത്തിന് ശേഷം ഏകദേശം ഒരു 1.7 ക്രോസ് രൂപ അനന്തുവിന് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അനന്തു ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്താതെ ആണെങ്കിൽ അനന്തുവിന് 20 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനന്തുവിന് 1.7 ക്രോസ്, നിയർലി 1.7 ക്രോസ് ആണ് അനന്തു സേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ടേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. അനന്തുവിന്റെ ആ ഒരു എമൗണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. മന്ത്ലി 12% തരുന്ന റിട്ടേൺസ് തരുന്ന ഒരു അസറ്റ് ക്ലാസ്സിൽ അനന്തു ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഈ ഒരു 1.7 ക്രോസ് എന്നത് 4.26 ക്രോസ് ആവും നിയർലി. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം. അപ്പൊ ഇതാണ് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ ലൈഫിന്റെ ഒരു ഫ്ലോ നമുക്ക് ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നടത്താണ്ട് നമ്മുടെ ഒരു റിയൽ ലൈഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കിടക്കും. ഇപ്പോൾ എന്തായാലും ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ.